ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 ശ്ലോകം 24. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഉത്സീദേയുരിമേ ലോകാ ന കുര്യാൻ കർമ്മ ചേദകം ശങ്കരസ്യ ച കർത്താസ്യ ഉപഹന്യാമി മാം പ്രജഃ. ഞാൻ കർമ്മം അനുഷ്ഠിക്കുന്നില്ല എന്നു വന്നാൽ ഈ ലോകം നശിച്ചു പോകും. അങ്ങനെ ഞാൻ പ്രജകളുടെ ധർമ്മസങ്കരത്തിന്റെ കർത്താവായി തീരും. ഇത് പ്രജകൾക്ക് നാശകരവുമായി ഭവിക്കും. സമൂഹത്തിന്റെ സമാധാനം ബന്ധിക്കുന്ന അനാവശ്യമായ ജനപ്പെരുപ്പമാണ് വർണ്ണസങ്കരം. ജനങ്ങളെ സ്വാഭാവികമായി തന്നെ സമാധാനപ്രിയരും ആധ്യാത്മിക പുരോഗതിക്ക് അനുയോജ്യമായ വിധം സംഘടിതരുമാക്കുന്ന ചിട്ടകളും നിബന്ധനകളും ഏർപ്പെടുത്തിയത് ഈ സാമൂഹ്യ ആശ്വാസത്തെ തടയാൻ വേണ്ടിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുമ്പോൾ ഇത്തരം സുപ്രധാന അനുഷ്ഠാനങ്ങളുടെ ആവശ്യവും അതിന്റെ അന്തസ്സും പരിപാലിക്കുന്നതിന് സ്വാഭാവികമായും ഈ നിബന്ധനകൾ അനുസരിക്കുന്നു. സർവ ജീവജാലങ്ങളുടെയും പിതാവാണല്ലോ ശ്രീ ഭഗവാൻ. നേരിട്ടല്ലെങ്കിൽ കൂടി ആ ജീവകോടികൾ വഴി പിഴച്ചു പോകുന്നതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ധാർമ്മിക നിയമങ്ങൾ പൊതുവെ അവഗണിക്കപ്പെടുമ്പോൾ ഭഗവാൻ അവതരിച്ച് സമൂഹത്തിന്റെ തെറ്റുകൾ തിരുത്തുന്നു. ഭഗവാന്റെ കാൽപ്പാടുകൾ നോക്കി മുന്നേറേണ്ടുന്നവരാണെങ്കിലും നമുക്ക് അദ്ദേഹത്തെ അനുകരിക്കാനാവില്ലെന്ന് നാം മനസ്സിലാക്കണം. പിന്തുടരുന്നതും അനുകരിക്കുന്നതും ഒരുപോലെയല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ബാല്യകാലത്ത് ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ചു എന്ന് വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യുക സാധ്യമല്ല. അത് ഒരു മനുഷ്യന് അസാധ്യമാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം. പക്ഷേ അദ്ദേഹത്തെ ഒരിക്കലും അനുകരിക്കേണ്ടതില്ല. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം.